സംസ്ഥാനത്തും വിഷ്ണുവിടെ പറഞ്ഞതുപോലെ ലോകത്തെ എമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം വിവിധങ്ങളായ പരിപാടികളോടെ സമുചിതമായിട്ട് ആചരിക്കുകയാണ്. ഇന്ന് പുതുപ്പള്ളിയിലെ കബറിടത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യുന്നു. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ഞങ്ങൾ ഇന്നലെ ഞാനും KC ജോസഫും DCC പ്രസിഡന്റുമെല്ലാം പുതുപ്പള്ളിയിലെത്തി അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് KPCCയുടെ ഔദ്യോഗിക പരിപാടികളിൽ സംബന്ധിക്കുന്നതിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ജനങ്ങളേറെ ഇഷ്ടപ്പെട്ട ഒരു നേതാവ് അതായിരുന്നു ഉമ്മൻചാണ്ടി. ജനങ്ങളെ സ്നേഹിച്ച, ജനങ്ങളെ സേവിച്ച, ജനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഉമ്മൻചാണ്ടിയെ കേരള ജനത എത്ര കണ്ട് സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിലാണ്. തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളിയിലെ കവറിടം വരെയുള്ള അന്ത്യയാത്ര ജനലക്ഷങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് രാത്രിയും പകലും മഴയത്തും വെയിലത്തും ജനപതിനായിരങ്ങൾ നമ്മുടെ റോഡിൻ്റെ ഇരുവശവും റോഡ് തിങ്ങി നിറഞ്ഞും കാത്തുനിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. ഇത്രയേറെ അധ്വാനിച്ച ഒരു രാഷ്ട്രീയ നേതാവ്, KSUവിൻ്റെ കാലഘട്ടം മുതൽ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയ കാലഘട്ടം മുതൽ മുഖ്യമന്ത്രി എന്ന ഉത്തരവാദിത്തം 2 പ്രാവശ്യം നിർവഹിക്കുമ്പോഴും നമുക്കറിയാം, ഇത്ര കണ്ട് കേരളത്തിൽ യാത്ര ചെയ്ത, പട്ടണപ്രദേശങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും മലയോരങ്ങളിലും കടലോരങ്ങളിലും എല്ലാം ഇത്ര കണ്ട് തലങ്ങും വിലങ്ങും യാത്ര ചെയ്ത് ജനസമ്പർക്കം എന്നത് ഔദ്യോഗിക പരിപാടി മാത്രമല്ല, അനുദിനം ജനസമ്പർക്കം നടത്തി ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ മറ്റൊരു നേതാവിനെ ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതായിരുന്നു ഉമ്മൻചാണ്ടി. നമുക്കെല്ലാം അറിയാം. ഭരണകർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, നിശ്ചയദാർഢ്യം, പദ്ധതികൾ, എതിർപ്പുകളും വെല്ലുവിളികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ പ്രഖ്യാപനങ്ങളും നിലപാടുകളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചതിൻ്റെ അനുഭവം ഇന്ന് നമ്മളുടെ മുൻപിലെല്ലാം ഉണ്ട്. എതിർപ്പുകൾ ഉണ്ടായപ്പോൾ, വെല്ലുവിളികൾ ഉണ്ടായപ്പോൾ, എന്തിനേറെ അദ്ദേഹത്തിന് നേരെ ശാരീരികമായ കയ്യേറ്റം പോലും കണ്ണൂരിൽ നടന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക് കണ്ണൂരിൽ വരുന്ന സമയത്താണ് കാറിന് നേരെ കല്ലേറുണ്ടായി. അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് ആ കല്ലേറിൽ പരിക്കുപറ്റി, അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പരിക്കുപറ്റി, ചോര പൊടിഞ്ഞു. ഞങ്ങളെല്ലാവരും ആ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളോട് പറഞ്ഞത്, ഇതിൻ്റെ പേരിൽ മറ്റൊരു അനിഷ്ട സംഭവം ഹർത്താലും കണ്ണൂരിൽ പാടില്ല എന്ന് ശ്രീ K. സുധാകരനോടും ഞങ്ങളോടുമെല്ലാം ഉമ്മൻചാണ്ടി നിഷ്കർഷിച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. സമാധാനത്തിൻ്റെ അപ്പസ്തോലൻ അതായിരുന്നു ഉമ്മൻചാണ്ടി. ജനമനസ്സുകളിൽ ജീവിച്ച ആ നേതാവിൻ്റെ വേർപാടിൽ കേരള ജനതയാകെ വേദനിച്ചു. അന്ന് വിളിച്ച മുദ്രാവാക്യമുണ്ട്, ഉമ്മൻചാണ്ടി മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് കേരളത്തിലെ ജനലക്ഷങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യം അതൊരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കെല്ലാം ആവേശം പകരാൻ, നമ്മൾ ഭരണരംഗത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ആവേശകരമായ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളെ കൂടുതൽ കർമ്മനിരതരാക്കും എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഞാനും വിശദീകരിച്ച് സംസാരിക്കുന്നില്ല, ഒരുപാട് പേരുണ്ട്. M. സുധീരനാണ് ആധികാരികമായി പറയാൻ നമ്മളെക്കാൾ എല്ലാം സാധിക്കുന്ന നേതാവ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. ശശി തരൂരും അടൂർ പ്രകാശും സാംസ്കാരിക നായകന്മാർ എല്ലാവരുമുള്ള ഈ സമ്മേളനം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഭാരത്. പ്രിയപ്പെട്ട ശ്രീ VM സുധീരനെ ഈ പ്രോഗ്രാം